സിസ്റ്റർ, ഈ അമിതമായ വൃത്തി, അമിതമായ ഉത്കണ്ഠ, ഓവർ തിങ്കിങ് ഇതൊരു മാനസികാരോഗ്യ പ്രശ്നമല്ലേ? ഇതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾക്കൊരു ചിന്ത വന്നു, ആ ചിന്ത തന്നെ ഒരു പ്രാവശ്യം കൂടി വരികയാണ് എങ്കിൽ അവരാദ്യം പറയുന്ന കാര്യം, സിസ്റ്റർ എനിക്ക് OCD ഉണ്ടെന്നാണ്. അതായത് ഒരു ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നാണ് ഇതിനെ നമ്മൾ സ്പെക്ട്രത്തിൽ തിരിച്ചിരിക്കുന്നത് കാര്യം. ഇതൊരു ഒരൊറ്റ കാര്യം മാത്രമല്ല, ഇപ്പോൾ ഒരു കാര്യത്തോട് മാത്രമുള്ള അമിതമായിട്ടുള്ളൊരു ചിന്തയല്ല. ഇതൊരു സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് ഞങ്ങളിതിനെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമിതമായ ചിന്ത പല കാര്യങ്ങളിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ പല അവസ്ഥകളിൽ ഇതേപോലെയുള്ള ഈ ഒരു ചിന്തകൾ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇന്നൊക്കെ കൂടുതലും നമുക്കറിയാം ഗൂഗിളിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്നവർ പറയുന്നത് എനിക്ക് OCD ആണ്, OCDക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുകൊണ്ട് ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരു ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിൻ്റെ ഒരു ആദ്യകാലങ്ങളിലൊക്കെ ചിത്രം എന്ന് പറയുന്നത് ഒരു അമിത വൃത്തി എന്നുള്ളതായിരുന്നു. അതായത് ഏത് കാര്യം കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു രീതിയായിരുന്നു. ഇത് തീർച്ചയായിട്ടും ഒരാളുടെ മാനസികാരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കുന്നു. അയാളുടെ മാത്രമല്ല, ഈ OCD ഉള്ളവരുടെ കൂടെ ജീവിക്കുന്നവർ, അവരുടെ കുടുംബത്തിൽ ജീവിക്കുന്നവർ, സഹപ്രവർത്തകർ എല്ലാവരും ഇതിന് വിക്റ്റിമായിരിക്കും. സിസ്റ്റർ, പലപ്പോഴും ഈ അമിത വൃത്തിയായാലും അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് എത്രത്തോളം ചെക്ക് ചെയ്താലും അത് ശരിയായിട്ടുണ്ടോ, ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതോ അല്ലെങ്കിൽ ഡോർ ലോക്ക് ചെയ്യുന്നതോ, ഇതൊക്കെ നമ്മൾ പിന്നീടും ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇതൊക്കെ ഒരു OCDയുടെ ഭാഗം തന്നെയാണോ? ഓക്കെ, ആദ്യകാലങ്ങളിൽ OCD നമ്മൾ വിരിക്കപ്പെടുമ്പോഴത്തേക്ക് അമിത വൃത്തി എന്നുള്ളതാണ്. അതിന് കണ്ടാമിനേഷൻ OCD എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് നമ്മുടെ DSM-4 ICD-10 വച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറൈസേഷനാണ്. അത് നമ്മളൊരു ഡയഗ്നോസ്റ്റിക് ഫീച്ചറിലേക്ക് വരണമെങ്കിൽ ഒരാൾക്ക് അയാളുടെ ആ ചിന്താഭാവത്തിൽ നമ്മൾ പറഞ്ഞ ഒബ്സഷൻ ആൻഡ് കമ്പൾഷനാണ്. ഒബ്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻട്രൂസീവ് ആയിട്ടുള്ള തോട്ടാണ്. ഇൻട്രൂസീവ് തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന നമ്മുടെ തലച്ചോറിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന, എന്നാൽ അത് നമ്മൾ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുമുണ്ട്. ഈ ചിന്തയൊന്ന് പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്ത പോകുന്നുമില്ല. അപ്പം അതിനെയാണ് നമ്മൾ ഇൻട്രൂസീവ്, ഈ ഒബ്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടാമിനേഷൻ OCDയിൽ വരുന്ന, അതായത് ഈ അമിത വൃത്തിയിൽ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു പ്രതലം കാണുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഇവിടെ മുഴുവനും കീടാണുക്കളാണുള്ളത്. ഈ കീടാണു എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. ആ പ്രവേശിച്ചു കഴിഞ്ഞാൽ എനിക്ക് രോഗമുണ്ടാകും, ഞാൻ മരിച്ചു പോകും. അപ്പോൾ ഈ രോഗാണുക്കളെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവിടെയുള്ള രോഗാണുക്കൾ പരത്തുന്ന രോഗത്തെക്കുറിച്ചുള്ള അമിതമായ ചിന്ത മൂലം ഇവർക്ക് എപ്പോഴും എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കഴുകണം, അല്ലെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ ഈ OCDയിലെ ഒബ്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിന്ത മാത്രമാണ്. അതായത് അവിടെ രോഗാണു ഉണ്ട്, കീടാണു ഉണ്ട്, അത് വൃത്തിയില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു കീടാണു ഉണ്ട്, എനിക്ക് രോഗം വരും എന്ന ചിന്തയാണ്. ഈ ചിന്ത ഇയാളിൽ ആങ്സൈറ്റി ഉണ്ടാക്കും, അതായത് ഉത്കണ്ഠ ഉണ്ടാക്കും. എനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോവില്ലേ, എനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ആ രോഗം പകരൂല്ലേ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ലേ, അതിനുള്ള പൈസ ഇല്ലല്ലോ. സോ ചിന്ത ഇങ്ങനെ, നമ്മൾ പറഞ്ഞ തോട്ട് ലൂപ്പ് എന്നാണ് അതിനെ പറയുന്നത്. ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഭയാനകമായിട്ടുള്ള ചിന്തകളിലേക്ക് അത് പോകുന്നു. ആ ചിന്ത ആങ്സൈറ്റി കൂട്ടുമ്പോൾ അയാൾക്ക് തോന്നുന്നു എന്നാൽ കൈ കഴുകണം. കൈ കഴുകാനായിട്ട് ചെന്ന് നിന്ന് കൈ കഴുകുന്ന ആ പ്രവണതയാണ് നമ്മൾ കമ്പൾഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ചിന്തയിൽ നിന്നുണ്ടാകുന്ന ആ ആങ്സൈറ്റിയെ, ഉത്കണ്ഠയെ മറികടക്കാൻ വേണ്ടി അയാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. പക്ഷെ ഈ പ്രവൃത്തി ചെയ്യുമ്പോഴെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൈ കഴുകി തീരില്ല, കൈ കഴുകിക്കൊണ്ടേയിരിക്കുന്നു. കൈ കഴുകി പൈപ്പ് ഇങ്ങനെ ഓഫ് ചെയ്യാൻ, ടേൺ ഓഫ് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്ക് പിന്നീട് ചിന്ത, ആ പൈപ്പിൽ നിന്ന് എൻ്റെ കയ്യിൽ എന്തെങ്കിലും കയറിയിട്ടുണ്ടാകുമോ, അപ്പോൾ ഒന്നുകൂടി കഴുകണം. അപ്പോൾ ചിന്ത, ഇനി ആ പൈപ്പിൽ അത് ഉണ്ടാകരുതല്ലോ, അപ്പോൾ പൈപ്പ് കഴുകണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ലൂപ്പ് കയറി വരികയാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ഹോസ്പിറ്റലുകളിലൊക്കെ ചിലപ്പോൾ ചില കേസുകളൊക്കെ കിട്ടുന്നത്, ഒരു ടാങ്ക് വെള്ളമൊക്കെ അരമണിക്കൂർ കൊണ്ട് കുളിച്ചും കഴുകിയും തീർക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ അമിതമായ വൃത്തി എന്നൊരു ചിന്ത ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ വരുന്നതാണ്. എന്നാൽ ഈ കൈ കഴുകിയാലും ചിന്ത മാറുമോ? ഇല്ല. ആ കുറച്ച് സമയത്തേക്കൊരു സ്വസ്ഥത കിട്ടും. അതിനുശേഷം പിന്നീട് ചിന്ത, ഞാൻ കൈ കഴുകിയ വെള്ളത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു,
അപ്പോൾ ഇതുപോലെ പോകുന്നതാണ്. ഈ ഒരു ചിന്തയെ മാറ്റിയെടുക്കാൻ പറ്റുന്ന റെമഡീസ് എന്തൊക്കെ നമുക്ക് സ്വയം ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ ആദ്യം തന്നെ അതിലേക്ക് പോവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അമിതമായിട്ടൊരു ആങ്സൈറ്റി ഉണ്ട്. ഇപ്പം ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്, കോർട്ടിസോൾ പോലെയുള്ള കാര്യങ്ങൾ നമ്മളിൽ ആ ഒരു ആങ്സൈറ്റി വളർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലുണ്ടാകുന്ന, പിന്നെ നമ്മൾ പറഞ്ഞ ന്യൂറോ അനാട്ടമിക്കൽ കാര്യങ്ങളിലുണ്ടാകുന്ന ഒരു ഫങ്ഷനിങ് ഡെഫിഷ്യൻസി അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇതുവരെ നമുക്ക് ഇന്ന കാരണം കൊണ്ടാണ് OCD ഉണ്ടാകുന്നതെന്ന് ഇതുവരെ കണ്ടെത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ അമിതമായ ആങ്സൈറ്റി ആണ് ഇതിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഈ ആങ്സൈറ്റി കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മറന്നു പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ ഇത് അങ്ങനെയുള്ള ചെക്കിങ് പിന്നെയും പിന്നെയും ചെക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ, നമ്മളതിനെ ഒരു ചെക്കിങ് OCD എന്ന് പറയും. അതായത് വാതിൽ അടച്ചു കഴിഞ്ഞിട്ട് അയാൾ കുറച്ചുകൂടിയൊക്കെ നടന്നു കഴിഞ്ഞ് പിന്നീട് ചിന്തിക്കുകയാണ്, ഞാൻ വാതിൽ അടച്ചായിരുന്നോ? ഇല്ല. വാതിൽ അടച്ചില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? അതായത് ഇവരുടെ ചിന്തയിലേക്ക് വരുന്നൊരു കാര്യം, ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി അതുപോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളുടെ വലിയൊരു പ്രശ്നമാണ് ഇയാളുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മൾ പറയണത് ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള വേഴ്സണിങ് കണ്ടീഷൻസ് ഓഫ് റിസൾട്ട്. ഇപ്പോൾ ഞാൻ വാതിലടച്ചില്ല, അതുകൊണ്ട് കള്ളന്മാരെൻ്റെ വീട്ടിൽ കയറും, അവിടെ അലമാരിയിൽ സ്വർണ്ണം ഇരിപ്പുണ്ട്, അത് സ്വർണം കട്ടുകൊണ്ട് പോകും, അത് എത്ര രൂപയുടെ സ്വർണ്ണമാണ്, പിന്നെ ഞാൻ എന്ത് ചെയ്യും? അല്ലെ എൻ്റെ വീട്ടിലെ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇത് വാതിലിൻ്റെ മാത്രമല്ല, ഇപ്പം സ്വിച്ച് ഓഫ് ചെയ്തോ, ചിലരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉറങ്ങാനായിട്ട് കിടക്കുന്നതിന് മുമ്പ് ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്തു. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ചിന്തിക്കും, ലൈറ്റ് ഓഫ് ചെയ്തോ അല്ലെങ്കിൽ ഫാൻ ഓഫ് ചെയ്തോ എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവില്ലേന്ന്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കാൻ പോകുന്നത്, ഇപ്പം ഞാൻ ഇതുപോലൊരു ചെക്കിങ് ആയിട്ടുള്ളൊരു കേസ് വന്നപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അറിയില്ല അവിടെ വെട്ടമില്ല അല്ലെ ഫാനില്ല എന്ന്. സിസ്റ്റർ, അപ്പം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്ന ചിന്ത, ഇനി കറണ്ട് അപ്പം പോയത് കൊണ്ടാണോ ഇല്ലാത്തത്? അപ്പം ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിരിക്കുവാണ്, ഞാൻ ഉറങ്ങിപ്പോയാൽ കറണ്ട് വന്നാൽ അത് ശരിയാകുമോ? പിന്നെയും ചെല്ലും, സ്വിച്ച് ഓഫ് ചെയ്തൊന്ന് നോക്കും, പിന്നെയും വന്ന് കിടക്കും. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും മനസ്സിലേക്ക് വരുവാണ്, ഇല്ല നീ അത് കൃത്യമായിട്ട് നോക്കിയില്ലായിരുന്നു, ലൈറ്റ് ഇല്ലായിരുന്നല്ലോ, അപ്പൊ ആ സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ നിനക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോൾ അതായത് ഇവരാ പ്രവൃത്തി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തില്ല എന്ന രീതിയിലുള്ള കുറെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കിടന്നുറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഉറങ്ങണമെന്നുണ്ട്, ഇത് കുഴപ്പമില്ല, അതവിടെ സ്വിച്ച് ഉണ്ടെങ്കിൽ തന്നെ വേറെ ആരെങ്കിലും അത് ഓഫ് ചെയ്തോളും, പക്ഷേ മനസ്സിനൊരു പിടുത്തം വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഗ്യാസിന്റെ കാര്യത്തിൽ അവര് യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഒരു വ്യക്തി പറഞ്ഞതാണ്, ഭർത്താവിൻ്റെ കൂട്ടത്തിൽ ഒരിടത്തേക്ക് പോവുകയാണ്, അതും സമയം താമസിച്ചാണ് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് ഇവർക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നു, ആദ്യമേ ഓർത്ത് പോട്ടെ പറയണ്ടെന്ന്. പിന്നീട് ഇവർക്ക് ചിന്ത വരുന്നത് ആ ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നു, അത് വീട് മൊത്തം കത്തുന്നു, ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ആരെങ്കിലും ചെന്ന് കത്തിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ അത്രയും വേഴ്സണിങ് കണ്ടീഷൻ ആകുമ്പോൾ ഇവർക്കത് മറ്റൊരാളോട് പറയാതിരിക്കാൻ പറ്റും. ഇവിടെ ചില ഇതുണ്ട്, നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോഴാണ്, ഇപ്പം എനിക്കൊക്കെ തോന്നാറുള്ളൊരു കാര്യം, നീ അത് ചെയ്തോ എന്ന്, ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്തകൾ കൂടുതൽ വരാറുണ്ട്. അത് സ്വാഭാവികമായിട്ടും അതൊരാൾക്ക് വരുന്നതാണ്, അത് ചെയ്തോ എന്നുള്ളത്. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ബിസി സ്കെഡ്യൂളിലൊക്കെ നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുകയാണ്. എന്താ ചെയ്യുന്നത്, എങ്ങനാ ചെയ്യുന്നതെന്ന് മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്തു പോകുന്നില്ല. അതും ഈ OCD പോലെയുള്ള കാര്യങ്ങൾ കൂടാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട്